ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജി ഷിബിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കായ പരിപ്പുവടയുടെ റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. പരിപ്പുവട ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. ഈ കടലപ്പരിപ്പ് അളവ് കപ്പിന് 1 കപ്പ് ആണ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിരിക്കുന്നത്. 250 ml അളവ് കപ്പിനാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ കടലപ്പരിപ്പ് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കണം. നന്നായിട്ട് കഴുകി വാരിയതിന് ശേഷം കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നമ്മളിത് 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ കഴുകി വാരിയെടുത്ത് ഒരു സ്ട്രെയിനറിലിടുക. അതിനുശേഷം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നു പോയി എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വാരി സ്ട്രെയിനറിലിട്ട് വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം ഇത് മിക്സിയിലിട്ട് അരയ്ക്കാനാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഈ പരിപ്പ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറാണ് വേണ്ടത്. അതിലോട്ട് ഇത് 2-3 പ്രാവശ്യമായിട്ട് ഇട്ടതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഒരുമിച്ച് അരച്ചെടുക്കാൻ ശ്രമിക്കരുത്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 1.5 പിടുത്തം പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള വിപ്പെന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് തിരിച്ച് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം അടപ്പ് ഓപ്പൺ ചെയ്ത് നമ്മൾ വീണ്ടും ഒന്നുകൂടി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും 1-2 പ്രാവശ്യം കൂടി നമ്മൾ കറക്കിയെടുക്കുക. അല്ലാതെ നമ്മൾ ഒരുപാട് അരച്ച് കളയാനായിട്ട് നോക്കരുത്. ഇത് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ ചതഞ്ഞ് കിടക്കുകയും ചെയ്യരുത്. ആ ഒരു പാകത്തിനാണ് ഇത് കിട്ടേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ബോൾസ് പിടിച്ചെടുക്കുമ്പം അത് ആ ഒരു പാകത്തിന് കിട്ടില്ല, പൊട്ടിപ്പോകും. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന പരിപ്പെല്ലാം 2-3 പ്രാവശ്യമായിട്ട് ഈ ഒരു രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എനിക്കിപ്പം പരിപ്പ് അരച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേണം നിങ്ങളും അരച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം തരിതരിപ്പോടു കൂടി വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടത്തിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലോട്ട് 15 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ സവോളയ്ക്ക് പകരം ഉള്ളി ചേർക്കുക, അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടി കിട്ടും. ഇനി ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 3 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർക്കുവാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തുക. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ ആദ്യമേ മാറ്റി വെച്ച ഒരു 2 സ്പൂണോളം പരിപ്പുണ്ട്, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. അരയ്ക്കുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ പരിപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പരിപ്പോടെ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിലിങ്ങനെ ഒട്ടും പൊടിഞ്ഞു പോകാത്ത മുഴുവനായിട്ടുള്ള പരിപ്പ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ടെക്സ്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപ്പ് നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇതിലോട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടതിന് ശേഷം ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം കൂടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ പരിപ്പിലോട്ട് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് നേരത്തേക്ക് കൂടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ പരിപ്പോടെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സിൽ നിന്നും കുറച്ചൊരു പോർഷൻ കയ്യിലോട്ട് എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ബോൾ ഷേപ്പിൽ ഇത് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ കയ്യിലോട്ട് അത് മാറ്റുക. എന്നിട്ട് കൈ വെച്ച് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. വിരൽ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ഈ പരിപ്പോട കിട്ടുന്നത്. ഇതിൻ്റെ നടുവിലത്തെ പോർഷൻ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും, സൈഡൊക്കെ അത്യാവശ്യം പരന്ന് തന്നെ ഇരിക്കും. ആ ഒരു ഷേപ്പിലോട്ട് മാറ്റിയെടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കുന്ന സമയത്ത്
കയ്യിൽ ഒട്ടുന്നെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കയ്യിലൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഇത് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം പരിപ്പുവടയുടെ ഈ ഷേപ്പിലോട്ടാക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിൽ കിടന്ന് ഇത് 1.5 മിനിറ്റോളം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മറിച്ചും തിരിച്ചും ഇട്ട് ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് എത്തിയതിനു ശേഷം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിതൊന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള മിക്സും കൂടി നമുക്ക് വീണ്ടും ഇതുപോലെ പരിപ്പുവടയുടെ ഷേപ്പിലോട്ടാക്കിയിട്ട് വറുത്ത് കോരിയെടുക്കാം. ഞാനിപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കി വെച്ച മിക്സ് ഉപയോഗിച്ച് പരിപ്പുവട തയ്യാറാക്കി കഴിഞ്ഞു. ഇതിൽ നിന്ന് എനിക്ക് 8 പരിപ്പുവടയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പരിപ്പുവട ചെറുപഴത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.